ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാർത്താണ്ഡം മുട്ട വറുവൽ റെഡിയാക്കാൻ പോവാണ്. എന്താ ഇങ്ങനെയൊരു പേരെന്നല്ലേ? പണ്ട് മാർത്താണ്ഡത്ത് ഒരു പ്രാവശ്യം പോയ സമയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ച ആ ടേസ്റ്റിലുള്ള മുട്ട വറുവലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. അത് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അതിലേക്ക് മീഡിയം സവാള ഒരു 3 എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഈ വറുവൽ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ മതിയാകും. നമ്മൾ സവാള ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒരെണ്ണം തന്നെ മതിയാകും. ഞാനിത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് സമയമേ വേണ്ടൂ, അതുകൊണ്ട് തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 5 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, കോഴിമുട്ട. ഇതാ കണ്ണാടി പരുവായിട്ടുണ്ട് സവാള. ഇത്രയും മതിയാകും, ഒരുപാട് വഴണ്ട് പോകണ്ട. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 3 നുള്ള് ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണിൽ ഒരല്പം കൂടുതൽ, അത്രയും ഉപ്പ് മതിയാകും. മുട്ടയിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് മതി ഉപ്പ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴൊക്കെയും തീ ഹൈയിൽ തന്നെ ഇരിക്കണം. നമ്മൾ ഇത് ചെയ്തെടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. 5 കോഴിമുട്ടയാണ്, അത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാലയും സവോളയും മുട്ടയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്, പീനട്ട്സ് വറുത്തതാണിത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു പോകണ്ട, 1-2 എണ്ണം ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുട്ട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പീനട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാധനം ചേർക്കാനുണ്ട്. ഇതിൽ തക്കാളിയാണ്. തക്കാളി വെന്ത് പോകണ്ട, അതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത്. ഒരു ഫുൾ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില അതും കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റിയെടുക്കാം. നല്ല രുചിയാണ് കേട്ടോ ഈ വറുവലിന്. ചോറിൻ്റെ കൂടെ നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു സൈഡ് ഡിഷാണ്. വേറെ ഒരു കറിയും ഇല്ലെങ്കിലും ഇത് മാത്രം വെച്ച് ചോറുണ്ണാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഉടനെ തന്നെ മാറ്റാം. ഇതിൽ കുറച്ച് തേങ്ങാപ്പീര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാർത്താണ്ഡം മുട്ട വറുവൽ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം. ഇനി ഇതുപോലെ ഈസി റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.